ശശിവേട്ടനല്ലേ? ബർത്ത്ഡേ അല്ലേ ഇന്ന്? ബർത്ത്ഡേ അല്ലേ? അതെ, മനസ്സിലായില്ല. ഹാപ്പി ബർത്ത്ഡേ. മനസ്സിലായില്ല. ഒരാൾ തന്നതാണ്, തരാൻ വേണ്ടി വന്നതാണ്. അത് നോക്കണോ? ഇതോ? ആ, പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അല്ലേ? ആരെങ്കിലും വിഷ് ചെയ്തായിരുന്നോ? വിചാരിക്കാത്ത ആരെങ്കിലും വിഷ് ചെയ്തിരുന്നോ? ഞാനങ്ങനെ ആഘോഷിക്കാറില്ല സത്യം പറഞ്ഞാൽ. എന്നാലും ഫ്രണ്ട്സിനെ ആർക്കെങ്കിലൊക്കെ അറിയുമല്ലോ. എന്നാലും ആരായിരിക്കും? വല്ല ഐഡിയ ഉണ്ടോ? ഇല്ലേ, എനിക്ക് ഞാൻ ഇയാളെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഇവിടെ ഉള്ളതല്ല, അപ്പോഴേ കാണാൻ വഴിയില്ലല്ലോ. നമുക്ക് ഒരാൾ തന്നത് തരാൻ വേണ്ടി വന്നു. അതെയോ? ആ, ബെസ്റ്റ് ഫ്രണ്ട് ആരാ അപ്പോൾ? വൈഫ് തന്നെ ആയിരിക്കും. ആ ഫ്രെയിം ജസ്റ്റ് നിങ്ങൾ കാണിക്കുമോ? ആ ഫ്രെയിം ഒന്നിട്ട് കാണിക്കുമോ? ഇതല്ലേ വൈഫ് അല്ലാണ്ട് വേറെ ഗിഫ്റ്റ് ചെയ്യാനുണ്ടോ? വേറെ വൈഫ് ഗിഫ്റ്റ് ചെയ്യാൻ സാധ്യത കുറവാണ്. ആരുമില്ല. പെങ്ങളുണ്ടാവും. പെങ്ങളല്ലാണ്ട് പെങ്ങളില്ലാതെ കൂടെ പഠിച്ചവരോ ഫ്രണ്ട്സോ? സാധ്യത കുറവാണ്. അതുകൂടെ നോക്കണം. നീയാണ് ബർത്ത്ഡേ. ആ, ചേച്ചിക്കൊരു ഐഡിയ അല്ലാണ്ടില്ലേ? ഇല്ലല്ലോ, ഐഡിയ ഇല്ലല്ലോ. ആ, ആണോ? ഒരു ഐഡിയ ഇല്ല. അയ്യോ, എനിക്കറിയില്ല. നീയാണ് ഇത് ഫോട്ടോ തന്നിരിക്കുന്നുണ്ടല്ലേ? ഫോട്ടോ എങ്ങനെയും വരാലോ. ഇതിപ്പോ നമ്മള് ഇത് തന്നെ ആയിരിക്കും. വേറെ ആരും അറിയില്ല. ഇപ്പൊ പെങ്ങളിപ്പോ കാരിങ്ങിലാണ്. അവൾക്ക് ആ മൈൻഡില്ല. അവള് അല്ല, ഇതിപ്പോ ഗിഫ്റ്റ് ചെയ്യാൻ അത്ര പണിയൊന്നുമില്ലല്ലോ. ആർക്കും വേണമെങ്കിലും ഒന്ന് ജസ്റ്റ് വിളിച്ച് പറഞ്ഞ പോരെ, നമ്മളെത്തിക്കില്ലേ? എനിക്ക് വിനയ് എന്നല്ലല്ലോ. ചിലപ്പോ അവന് വ്ളോഗിങ് പരിപാടിയൊക്കെ തുടങ്ങിയപ്പോ ഇതില് എനിക്കറിയില്ല. കുവൈറ്റുള്ള കവിയൊന്നും ആയിരിക്കില്ല. ഗിഫ്റ്റ് ഇഷ്ടമായോ? ഇത് ഗിഫ്റ്റ് ഇഷ്ടം. ഇത് പെൺകുട്ടികൾക്കാണല്ലോ, എനിക്കാണല്ലോ. വിനയാണ്. റിവീൽ ചെയ്യട്ടെ. ഈ നിൽക്കണ ആളല്ലേ? വൈഫ് തന്നെയാണ് ഓർഡർ ചെയ്തത്. അതെയാ? അപ്പോൾ ഭാര്യയുടെ എന്തെങ്കിലും പറയാനുണ്ടോ? സ്നേഹിതയെ ഭാര്യയുടെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടുന്ന വിചാരിച്ചിട്ടില്ലല്ലോ. ഇല്ലില്ല, ഞാനിത് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ സത്യം പറഞ്ഞ ഞാൻ മറന്നു പോകണം ബർത്ത്ഡേ ഒക്കെ. അങ്ങനെ ഓർമ്മ നിൽക്കില്ല. നീയാണാ? അത് ശരി. അപ്പൊ ചേച്ചിക്ക് എന്താ പറയല്ലേ? എന്തായാലും ഹാപ്പി ആയോ? ഇയാളെ വീടാണോ? ഞാനിവിടെ അല്ല, പെരുന്തമണ്ണ. അതെയോ?